നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AC ഫണ്ടമെന്റൽസിലെ AC സീരീസ് സർക്യൂട്ട്സ്, AC പാരലൽ സർക്യൂട്ട്സ് എന്നീ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പവർ ട്രയാങ്കിൾ. എന്താണ് പവർ ട്രയാങ്കിൾ എന്ന് നോക്കാം. അതായത് നമ്മുടെ AC സർക്യൂട്ട്സിൽ സീരീസ് ആണെങ്കിലും പാരലൽ ആണെങ്കിലും RLC കമ്പോണൻസിന്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ പവർ ഡിസിപ്പേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആക്റ്റീവ് പവർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ്. ഓക്കെ, അതിനെ നമുക്ക് വാട്ട്ഫുൾ കമ്പോണന്റ് എന്നും നമുക്ക് പറയാം. കാരണം ഈ ആക്റ്റീവ് പവർ ആണ് ശരിക്കും സർക്യൂട്ടിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിലൂടെ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറാണ് ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഇപ്പൊ റെസിസ്റ്റൻസ് ആവുമ്പോൾ എന്തായിരിക്കും, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു പവറിനെ P എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ W എന്ന് റെപ്രസെന്റ് ചെയ്യാം. പവറിന്റെ ഇക്വേഷൻ എന്താണ്? I²R അല്ലെ. അപ്പോൾ അതിനെ നമുക്ക് VI cos phi എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് ആണ് റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ പവർ ഡെവലപ്ഡ് ഇൻ റിയാക്ടൻസ് ഇൻ ദി സർക്യൂട്ട്. ഓക്കെ, അതായത് റിയാക്റ്റീവ് കമ്പോണൻസിൽ വരുന്ന പവർ ഡിസിപ്പേഷൻ. പക്ഷെ അത് ശരിക്കും ഒരു ഐഡിയൽ കമ്പോണന്റ് ആണ്, അതൊരു വാട്ട്ലെസ് കമ്പോണന്റ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നേരത്തെ പഠിച്ച ക്ലാസ്സുകളിൽ പറഞ്ഞു, ഇൻഡക്ടറും കപ്പാസിറ്ററിലും ഒന്നും പവർ ഡിസിപ്പേഷൻ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ. ഒരു ഐഡിയൽ കമ്പോണന്റ് ആണത്. അതിനെ Q നമുക്ക് റെപ്രസെന്റ് ചെയ്യാം I²XL അല്ലെങ്കിൽ I²XC നമുക്ക് പറയാം. അതിന് I²Z sin phi. അപ്പൊ സൈൻ ഫൈ കമ്പോണൻസ് ആണ് എന്ത് വരുന്നത്? റിയാക്റ്റീവ് പവറും. അതുപോലെ കോസ് ഫൈ കമ്പോണന്റ് ആണ് എന്ത് വരുന്നത്? ആക്റ്റീവ് പവർ. ഈ ആക്റ്റീവ് പവറെ നമ്മൾ വാട്ട്സ് എന്ന് റെപ്രസെന്റ് ചെയ്യും. അതാണ് നമ്മൾ എടുക്കുന്ന വാല്യൂ. ഓക്കെ, കിലോ വാട്ട് അല്ലെങ്കിൽ വാട്ടിൽ റെപ്രസെന്റ് ചെയ്യും. റിയാക്റ്റീവ് പവറിനെ നമ്മൾ വോൾട്ട് ആംപിയേഴ്സ് റിയാക്റ്റീവ് VAR അല്ലെങ്കിൽ കിലോ VAR എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ്. ഇനി അപ്പാരന്റ് പവർ. അപ്പാരന്റ് പവർ എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും സമ്മേഷൻ ആണ്. ഓക്കെ, ഇത് നമുക്കൊരു പൈതഗോറസ് ട്രയാങ്കിളിന്റെ രൂപത്തിൽ ഒരു വെക്ടർ സം ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ S² എന്ന് പറയുന്നത് P² പ്ലസ് Q² ആണ്. ഓക്കെ, അപ്പൊ S എന്ന് പറയുന്നത് √P² പ്ലസ് Q² ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അപ്പാരന്റ് പവർ കണ്ടുപിടിക്കാൻ നമുക്കറിയണം, ആക്റ്റീവ് പവർ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം, റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കാനും നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് പവർ ഫാക്ടർ എന്നൊരു ടേം. പവർ ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ടു ദി ഇംപെഡൻസ് R/Z എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് ഫൈ, അതായത് ആംഗിൾ ഓഫ് ലീഡ് അല്ലെങ്കിൽ ലാഗ് ആണോ നോക്കിയിട്ട് അതിന്റെ കൊസൈനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പറയുന്ന റേഷ്യോ ആണ് ട്രൂ പവർ ടു ദി അപ്പാരന്റ് പവർ. ഓക്കെ, ട്രൂ പവർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ. ഓക്കെ, ആക്റ്റീവ് പവർ ടു ദി അപ്പാരന്റ് പവർ. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഫസ്റ്റ് വൺ, നമുക്കിനി AC സർക്യൂട്ട്സിലേക്ക് വരാം. അപ്പം സീരീസ് AC ത്രൂ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്ടർ. ഇവിടെ റെസിസ്റ്റൻസും ഇൻഡക്ടറും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ സീരീസ് ആകുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. റെസിസ്റ്റൻസിന് എക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് VR ആണ്, അത് I/R ആണ്. ആൻഡ് ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇസ് ഇൻ ഫേസ് വിത്ത് ദി കറണ്ട്. ഇനി ഇൻഡക്ടറിന് അക്രോസ് ആണെങ്കിലോ IXL ആണ്. അപ്പോ പക്ഷെ അവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിനെക്കാളും ലീഡ് ചെയ്ത് നിൽക്കും, 90 ഡിഗ്രിയിൽ നിൽക്കും. അപ്പൊ അതിനെ നമ്മളൊരു വെക്റ്റർ റെപ്രസെന്റേഷനിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് V is equal to √VR² പ്ലസ് VL² എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആംഗിൾ ഓഫ് ലീഡ് ഓർ ലാഗ് അല്ലെ, ഇവിടെ എന്താ വരുന്നേ? ഇവിടെ നമുക്ക് എന്താ വരുന്നത്? വോൾട്ടേജ് ലീഡ് നിൽക്കും, അപ്പൊ കറണ്ടിന് ലാഗിന്റെ ഇക്വേഷൻ ആയിരിക്കും അല്ലെ, IM sin ω മൈനസ് T, സോറി ഫൈ. അപ്പൊ ഈ ഫൈ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് XL/R. XL/R. അപ്പൊ ഇവിടെ ഓർക്കുക, ഇൻ
റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ് ആർ എൽ സർക്യൂട്ട് വരുമ്പോഴേക്കും കറണ്ട് ലാക്സ് ദി അപ്ലൈഡ് വോൾട്ടേജ് ബൈ ആംഗിൾ ഫൈ. ആ ഫൈ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ടാൻ ഇൻവേഴ്സ് എക്സ് എൽ ബൈ ആർ. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇംപിഡൻസ് ട്രയാങ്കിളും ഉണ്ടാക്കാം, വോൾട്ടേജ് ട്രയാങ്കിളും ഉണ്ടാക്കാം. ഇപ്പൊ നോക്കുക, ആർ എൽ സർക്യൂട്ടിൽ ഇൻഡക്ടർ ആയതുകൊണ്ട് കറണ്ട് ലാക്സ് ദി അപ്ലൈഡ് വോൾട്ടേജ് ബൈ ആംഗിൾ ഫൈ. ഇനി ഇതിന്റെ ഒരു ക്യൂ ഫാക്ടർ ഓഫ് ദി കോയിൽ, ക്യൂ ഫാക്ടർ എന്ന് പറയുമ്പോഴേക്കും 1/പവർ ഫാക്ടർ എന്ന് നമുക്കൊരു ഇക്വേഷൻ വരാം. ഓക്കെ, അതായത് ഫിഗർ ഓഫ് മെറിറ്റ് എത്രയാണ്, ഇതിന്റെ ഒരു ക്വാളിറ്റി എത്രയാണെന്ന് പറയാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ക്യൂ ഫാക്ടറിന് ഒരു ഇക്വേഷൻ ആണ് 1/പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു 1/cos പൈ സെഡ് ബൈ ആർ. If R is small as compared to the reactance, okay, then Q factor is equal to Z by R. എന്ന് പറയുന്നത് Z is equal to omega L by R. Then ഒരു ഇക്വേഷൻ വരുന്നത് Q is equal to 2 pi into maximum energy stored by energy dissipated per the cycle. ഇതും ഒരു Q ഫാക്ടറിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഇനി എ സി ത്രൂ റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റർ, അതായത് ആർ സി സീരീസ് സർക്യൂട്ട്. അപ്പൊ കപ്പാസിറ്റർ ആകുമ്പോൾ നമുക്കറിയാം, കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലീഡ് ചെയ്യണോ ലാഗ് ചെയ്യണം അല്ലേ? നെക്സ്റ്റ് എ സി ത്രൂ റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റേഴ്സ്, അതായത് ആർ സി സീരീസ് സർക്യൂട്ട്. ആർ സി സീരീസ് സർക്യൂട്ടിൽ ഇതേപോലെ തന്നെ ആറും സിയും സീരീസ് ആയി വെക്കുന്നു. കറണ്ട് സെയിം ആണ് പോകുന്ന, വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറെന്റ് ആണ്. റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് വി ആർ ഈക്വൽ ടു ഐ ആർ ആൻഡ് എന്താണ്, ഈ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി സി, അത് ഐ ഇൻറ്റു എക്സ് സി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ദിസ് വോൾട്ടേജ് ഇസ് ലാഗിങ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്ന, വോൾട്ടേജ് ലാഗ് ചെയ്യാണ് അല്ലെ? അപ്പൊ കറണ്ട് ലീഡ് ചെയ്യാന്ന് പറയും. കറണ്ട് ലീഡ്സ് ദി അപ്ലൈഡ് വോൾട്ടേജ് ബൈ എന്താണ്? 5. അപ്പൊ നമ്മൾ ഇതിനെല്ലാം കറണ്ടിനെ ബേസ് ചെയ്ത് പറയാൻ കാരണം, സീരീസ് സർക്യൂട്ട്സിൽ കറണ്ട് ആണ് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് കറണ്ടിനെ വെച്ചിട്ടാണ് ലീഡും ലാഗും പറയുന്നത്. അതായത് രണ്ടിലും സെയിം ആയിട്ട് പോകുന്ന ഏത് കമ്പൗണ്ട് വെച്ചാലും സെയിം ആയിട്ട് പോകുന്നത് ഏതാണ്? കറണ്ട് ആണ് സെയിം ആയിട്ട് സർക്യൂട്ടിൽ എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് കറണ്ട് ആണ് നമ്മുടെ റെഫറൻസ്. അപ്പൊ നമ്മൾ ഈ സീരീസ് സർക്യൂട്ട്സ് പറയുമ്പോഴെല്ലാം കറണ്ടിനെ ബേസ് ചെയ്താണ് ലീഡും ലാഗും ഒക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതില് എത്ര ഫേസ് ഡിഫറൻസ്? ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് സി ബൈ ആർ. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് സി ബൈ ആർ. ഇവിടെ കറണ്ട് ലീഡാണ്, വോൾട്ടേജ് ലാഗ് ആണ്, അതുകൊണ്ടാണ് ആ മൈനസ് എക്സ് സി എന്നുള്ളത് വന്നിരിക്കുന്നത്. ഇനി ആർ എൽ സി ഇൻ സീരീസ് എന്നുള്ള ഫോമിൽ വരികയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് സെയിം ആണ്. ആർ എൽ സി സീരീസിൽ വോൾട്ടേജ് ഡ്രോപ്സ് ആണ് ഡിഫറൻസ്. അതിനെങ്ങനെ? കപ്പാസിറ്റർ ആണെങ്കിൽ വോൾട്ടേജ് ലാഗ് ചെയ്യും, ഇൻഡക്ടർ ആണെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ഫേസ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ. ആ നെറ്റ് റിയാക്ടൻസ് ബൈ റെസിസ്റ്റൻസ്, ഇതാണ് ടാൻ ഫൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ വോൾട്ടേജ് വരുന്നത് എങ്ങനെയാണ്? അപ്പൊ നമുക്ക് നോക്കാം. ഈ ലീഡും ലാഗും വെച്ചിട്ടാണല്ലോ നമ്മൾ വെക്ടർ വരയ്ക്കുന്നത്. അപ്പം
വി ആർ ഇസ് ഇൻ ഫേസ് വിത്ത് ഐ, ദെൻ വി എൽ എങ്ങോട്ട് വരും? കറണ്ടിനെക്കാളും ലീഡ് ചെയ്യുക, അപ്പൊ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ വരും. ദെൻ വി സി എന്ന് പറയുന്നത് ആർ എൽ സി ഇൻ സീരീസ്. സീരീസ് ആകുമ്പോൾ ഐ ആണ് റെഫറൻസ് അല്ലെ, കറണ്ട് സെയിം ആണ് എല്ലാത്തിലും, വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പം വി ആർ ഇസ് ഇൻ ഫേസ് വിത്ത് ഐ, വി എൽ ഇസ് എന്താണ്? ലീഡിങ് ഐ ബൈ 90 ഡിഗ്രി. അതേപോലെ വി സി ലാഗിങ് ഐ ബൈ 90 ഡിഗ്രി. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ വെക്ടർ ഡയഗ്രാം വരക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം. വി എല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ട്? അല്ല, വി ആറിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ട്? വി എൽ ഉണ്ട്. അതേപോലെ താഴോട്ട് നെഗറ്റീവ് സൈഡിലോട്ട് വി സി ഉണ്ട് അല്ലെ. ലാഗ് വരുന്നതുകൊണ്ട് വി സി എങ്ങോട്ടാണ്? താഴോട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം ഇൻ എഫക്റ്റ് എന്ത് വരും? വി ആറിന് പെർപെൻഡിക്കുലർ ആയിട്ട് വി എൽ മൈനസ് വി സി എന്നൊരു കമ്പോണന്റ് വരികയാണ്. അപ്പം ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുകയാണ് എന്ത്? ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പം വി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഐ ആർ ഹോൾ സ്ക്വയർ പ്ലസ് ഐ എക്സ് എൽ മൈനസ് ഐ എക്സ് സി ഹോൾ സ്ക്വയർ. ഇതിൽ നമുക്ക് ഐ പുറത്തെടുക്കുകയാണെങ്കിൽ ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇമ്പിഡൻസ് വരുന്നത്, സെഡ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ് ഫൈ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ആർ ബൈ സെഡ് നമുക്ക് എഴുതാം. സെഡിന് നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ദെൻ ടാൻ ഫൈ, നമുക്ക് ഫൈ കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. ടാൻ ഫൈ എന്ന് പറയുന്നത് നെറ്റ് റിയാക്ടൻസ് ബൈ റെസിസ്റ്റൻസ് എന്നാണ്. അപ്പൊ നെറ്റ് റിയാക്ടൻസ് വരുമ്പോൾ എന്താ പറയുക? എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ. അപ്പൊ ഇതിൽ നമുക്ക് ഫൈ കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ ഒരു സീരീസ് സർക്യൂട്ട്സിന്റെ ഒക്കെ ഒരു സമ്മറിയാണ്. അതായത് റെസിസ്റ്റൻസ് ഓൺലി ആണെങ്കിൽ ആറാണ് ഇമ്പിഡൻസിന്റെ വാല്യൂ അല്ലെ. ഫേസ് ആംഗിൾ ഓഫ് ഫോർ കറണ്ട് എന്താണ്? ഫേസ് ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, 0 ഡിഗ്രി ആണ്. ദെൻ പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. എന്താണ്? കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആർ ബൈ സെഡ് എന്നാ. സെഡും ആറ് തന്നെയാണ് അല്ലെ ഇവിടെ. അപ്പം ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു 1. ദെൻ അല്ലെങ്കിൽ കോസ് ഫൈ എന്ന് പറയുന്നത് കോസ് 0 അല്ലെ. ഫേസ് ആംഗിൾ 0 ആണ്, കോസ് 0 1 ആണ്. ദെൻ ഇൻഡക്റ്റൻസ് ഓൺലി ആണെങ്കിൽ ഒമേഗ എൽ ആണ് അതിന്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. 90 ഡിഗ്രി ലാഗ് ആണ് കറണ്ടിന് വരുന്നത് അല്ലെ. പവർ ഫാക്ടർ 0 ആണ്, കോസ് 90 0 ആണ്. ദെൻ കപ്പാസിറ്റൻസ് ഓൺലി പറയുമ്പോൾ 1 ബൈ ഒമേഗ സി, അത് 90 ഡിഗ്രി ലീഡ് ആണ്, 0 പവർ ഫാക്ടർ ആണ്. റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് വരുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. എക്സ് എൽ എന്ന് പറയുന്നത് 2 പൈ എഫ് എൽ, അതായത് ഒമേഗ എൽ. ആൻഡ് ഫേസ് ആംഗിൾ ഈസ് ഇൻ ബിറ്റ്വീൻ 0 ടു 90 ഡിഗ്രി ലാഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പവർ ഫാക്ടർ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ലാഗ് വരുന്നു. റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് വരുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ ആണ്. 0 ടു 90 ഡിഗ്രി ഇൻ ബിറ്റ്വീൻ വന്നിട്ട് ലീഡ് വരും. ആൻഡ് പവർ ഫാക്ടർ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ലീഡ് വരും. Then RLC circuit is equal to, and impedance വരുമ്പോൾ R square plus XL minus XC the whole square, and angle is in between 0 and 90 degree, lag or lead depends on, okay. And പവർ ഫാക്ടർ ആണെങ്കിലും ബിറ്റ്വീൻ 0 ആൻഡ് യൂണിറ്റി, ലാഗ് ഓർ ലീഡ് എന്ത് വേണമെങ്കിലും വരാം, ഡിപ്പെൻസ് ആണ്. അതായത് എക്സെലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ആ എക്സ് എൽ മൈനസ് എക്സ് സി എന്ന് പറയുന്ന ഓരോ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലാഗ് ആണോ ലീഡ് ആണോ എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്.
അപ്പൊ ഇത് റെസണൻസ് എന്നൊരു കേസിലോട്ട് വരുമ്പോൾ, റെസണൻസ് ഇൻ സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ് റെസനേറ്റ് ചെയ്യാന്ന് പറയണം. അതായത് ഒരു ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണം അല്ലെ, ഒരു ഓസിലേഷൻ പോലെ നടക്കണം. ഒരു ഫ്രീക്വൻസി അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ഫ്രീക്വൻസിയിൽ റെസനേറ്റ് ചെയ്യാന്ന് പറയും. ഓക്കെ, ആ ഒരു ഫ്രീക്വൻസിനെ, അതായത് ഈ സീരീസ് സർക്യൂട്ടിന്റെ നെറ്റ് റിയാക്ടൻസ് 0 ആകുന്ന ആ ഒരു ഫ്രീക്വൻസിനെയാണ് നമ്മൾ റെസണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പൊ റെസണൻസ് കണ്ടീഷൻ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ, ഈ റിയാക്ടൻസ് ഈക്വൽ ആണ്, എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് F0 റെസണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√LC എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ എൽ സി എന്ന് പറയുന്ന പാർട്ടിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവുന്നില്ല അല്ലെ, ഈ പവർ ഡിസിപ്പേഷൻ 0 ആണ്. അപ്പം അറ്റ് റെസണൻസിൽ ഈ എക്സലും എക്സിയും ഈക്വൽ ആകുമ്പോൾ അത് ഇൻ എഫക്റ്റ് അതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് ക്യാൻസൽ ഔട്ട് ആയി പോവാണ്. അപ്പൊ അതൊരു ഷോർട്ടായിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുവാണ്. അറ്റ് റെസണൻസിൽ ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യാണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് റെസണൻസ് സർക്യൂട്ടിനെ ആക്സെപ്റ്റർ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു സീരീസ് റെസണൻസിനെ നമുക്ക് വോൾട്ടേജ് റെസണൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൂടാതെ എക്സലും എക്സിയും ക്യാൻസൽ ഔട്ട് ആയി പോവാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ട് എന്താ, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ സീരീസ് റെസണൻസിൽ നെറ്റ് റിയാക്ടൻസ് 0 ആണ്. റിയാക്ടൻസ് 0 ആകുമ്പോൾ ഇംപെഡൻസിന് എന്ത് സംഭവിക്കും, Z ഇസ് ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഇവിടെ XL മൈനസ് XC 0 ആണ്. അപ്പൊ Z ഇസ് ഈക്വൽ ടു R. അപ്പം സർക്യൂട്ട് ഇംപെഡൻസ് മിനിമം ആവുകയാണ്. അപ്പൊ ഇംപെഡൻസ് എന്ന് പറയുന്നതിന്റെ റെസിപ്രോക്കൽ ആണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്മിറ്റൻസ് എന്താവുന്നു, മാക്സിമം ആവുന്നു. അതേപോലെ ഇംപെഡൻസ് കുറയുമ്പോൾ കറണ്ടിന് എന്ത് സംഭവിക്കും, കറണ്ട് മാക്സിമം ഫ്ലോ ചെയ്യും അല്ലെ. അപ്പൊ സർക്യൂട്ട് കറണ്ട് മാക്സിമം ആണ്. അതേപോലെ പവർ ഡെസിപ്പേഷനും മാക്സിമം ആണ്, കറണ്ട് അവിടെ മാക്സിമം ആവുകൊണ്ട് പവർ ഡെസിപ്പേഷനും മാക്സിമം ആണ്. ദെൻ സർക്യൂട്ട് പവർ ഫാക്ടർ ആംഗിൾ 5, അതായത് ഇവിടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ എന്ന് പറയുന്നത് 1 ആണ്. എന്തുകൊണ്ടാണ്, ഇംപെഡൻസ് 6 മാത്രമേ ഉള്ളൂ, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. അതുകൊണ്ട് ഇതിന്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ കോസ് ഫൈ ഇസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് റെസണൻസില് ω² LC ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ടാൻ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പം RLC സീരീസിനകത്ത് ഇത്രയും മെയിൻ ആയിട്ട് ഓർക്കുക. റിയാക്ടൻസ് 0, നെറ്റ് റിയാക്ടൻസ് 0 ആയിരിക്കും, സർക്യൂട്ട് ഇംപെഡൻസ് മിനിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും, പവർ ഡിസിപ്പേഷൻ മാക്സിമം ആയിരിക്കും, ആൻഡ് റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ പവർ ഫാക്ടർ 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കാണിക്കുന്നത്. ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇംപെഡൻസിനും കറണ്ടിനും എന്ത് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ F0 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് റെസണന്റ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, അറ്റ് റെസണന്റ് ഫ്രീക്വൻസി നിങ്ങൾ വേവ് ഫോംസ് നോക്കുക. സെഡിന്റെ വേവ് എടുക്കുകയാണെങ്കിൽ ഒരു യു പോലെ അല്ലേ ഇരിക്കുന്നത്, ഒരു പരാബോള അല്ലെ ഇരിക്കുകയാണ്. അപ്പം അറ്റ് എഫ് എന്ന് പറയുമ്പോൾ F0 എന്ന് പറയുമ്പോൾ Z ഈക്വൽ ടു R ആണ്, ആൻഡ് ഇറ്റ് ഇസ് മിനിമം. ഓക്കെ, ദെൻ ലോ ഫ്രീക്വൻസി എടുക്കുകയാണെങ്കിൽ, അതായത് ലെസ് ദാൻ F0, ഫ്രീക്വൻസീസ് ലെസ് ദാൻ റെസണന്റ് ഫ്രീക്വൻസി എടുക്കുമ്പോൾ, ഫ്രീക്വൻസി കുറയുമ്പോൾ കപ്പാസിറ്റീവ് ഇംപെഡൻസ് കൂടും. ഓക്കെ, ഫ്രീക്വൻസി കുറയുമ്പോൾ, അതായത് XC എന്ന് പറയുന്നത് 1/2πFC ആണ്, ആൻഡ് ആ എഫ് കുറയുമ്പോൾ കപ്പാസിറ്റീവ് ഇംപെഡൻസ് കൂടും. കപ്പാസിറ്റീവ് ഇംപെഡൻസ് കൂടുക എന്ന് പറയുമ്പോൾ സർക്യൂട്ട് ഈസ് കപ്പാസിറ്റീവ്. അപ്പം എന്താണ് സംഭവിക്കുക,
കറണ്ട് എന്ന് പറയുന്നത് ലീഡിംഗ് ആണ്. അപ്പൊ അവിടെ ലീഡിംഗ് പവർ ഫാക്ടർ ആണ് അവിടെ ഉണ്ടാവുന്നത്. അതാണ് F0ക്ക് ബിലോ ലീഡിംഗ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ആൻഡ് അറ്റ് ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പം ഏതാണ് ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റീവ് ഇമ്പിഡൻസ് കുറഞ്ഞു, പക്ഷെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അവിടെ എന്ത് സംഭവിക്കുന്നു? എക്സൽ കൂടുന്നു. ഫ്രീക്വൻസി കൂടുമ്പോൾ എക്സൽ കൂടുന്നു. അപ്പൊ സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആവുകയാണ്. ഇൻഡക്റ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് ലാഗിങ് വോൾട്ടേജ് ആണ്. അതാണ് എബവ് F0 ലാഗിങ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം എന്തായിരിക്കും? എബവ് F0 ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും, ബിലോ F0 ലീഡിംഗ് പവർ ഫാക്ടർ ആയിരിക്കും. അതേപോലെ അറ്റ് F0 പവർ ഫാക്ടർ വിൽ ബി യൂണിറ്റി. ഓക്കെ. നെക്സ്റ്റ്, ക്യൂ ഫാക്ടർ ഓഫ് എ റെസൊണൻസ് സീരീസ് സർക്യൂട്ട്. റെസൊണൻസ് സീരീസ് സർക്യൂട്ട്സിന്റെ ക്യൂ ഫാക്ടർ എങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന് ടാൻ ഫൈ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ടാൻ ഫൈയുടെ ഇക്വേഷനിൽ പറയാം, അതായത് XL/R അല്ലെങ്കിൽ XC/R എന്നുള്ളത് നമുക്ക് പറയാം. ദെൻ ക്യൂ ഫാക്ടർ ഇസ് ഈക്വൽ ടു 2π മാക്സിമം സ്റ്റോർഡ് എനർജി ബൈ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ. ഇത് എടുത്ത് നോക്കുമ്പോൾ 1/ωCR അല്ലെങ്കിൽ ω0L/R എന്നുള്ള ഇക്വേഷൻ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ്, Q0 is equal to 1/R into root of L/C. അതേപോലെ Q0 is equal to ω0 by bandwidth, അതായത് റെസൊണന്റ് ഫ്രീക്വൻസി അല്ലെ, ബൈ ഹാഫ് പവർ ബാൻഡ്വിഡ്ത്ത് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഇൻ സീരീസ് സർക്യൂട്ട് ക്യൂ ഫാക്ടർ ഗീവ്സ് ദി വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ. വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് ക്യൂ ഫാക്ടറും ബാൻഡ്വിഡ്ത്തും തമ്മിലുള്ള റിലേഷൻ പറയാൻ പറ്റുന്നത് Q is equal to F0 by F2 minus F1. F2 minus F1 എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്ത് ആണ്. അപ്പോൾ ഓർക്കുക, ക്യൂ ഫാക്ടർ കൂടുക എന്ന് പറയുന്നത്, അതായത് ബാൻഡ്വിഡ്ത്ത് കുറയുമ്പോഴാണ് ക്യൂ ഫാക്ടർ കൂടുന്നത്. ഓക്കെ. അതായത് ക്യൂ ഫാക്ടർ കൂടുക എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി സെലക്റ്റീവ് ആവുക എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് വരുന്നത് അല്ലേ. ക്യൂ ഫാക്ടർ കൂടുന്ന ബാൻഡ്വിഡ്ത്ത് കുറഞ്ഞു വരുമ്പോൾ അതിന്റെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിരുന്ന ആ ഒരു വേവ് ഫോം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഷാർപ്പാവും. സെലക്റ്റീവ് ഫ്രീക്വൻസി സെലക്ഷനൊക്കെ വളരെ എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ ബാൻഡ്വിഡ്ത്ത് കുറഞ്ഞു വരുമ്പോൾ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ കൂടും. ഇനി പാരലൽ സർക്യൂട്ടിലാണ് വരണമെങ്കിൽ നമ്മൾ പാരലൽ സർക്യൂട്ടിൽ കൺസിഡർ ചെയ്യുന്നത് R in series with L and this RL is in parallel with C. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ഇവിടെ F0 എന്ന് പറയുന്നത് 1/2 into root of 1/LC minus R²/RL. ഓക്കെ. F0 എന്ന് പറയുന്നത് 1/2π ഉണ്ട് കേട്ടോ അവിടെ. ഈ ഒരു ഇക്വേഷൻ ഇപ്പുറത്ത് നോക്കിയാൽ മതി. 2π F0 is equal to root of 1/LC minus R²/L². ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പഠിക്കാം? റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പോലെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്പിഡൻസും കറണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ അറ്റ് F0 എന്ന് പറയുന്നത് കറണ്ട് മാക്സിമം ആണ്, ഇമ്പിഡൻസ് മാക്സിമം ആണ്, കറണ്ട് മിനിമം ആണ്. അപ്പൊ കറണ്ട് മിനിമം ആകുക എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം ഇമ്പിഡൻസ് ആണ് അല്ലെ. അപ്പം കറണ്ട് മിനിമം എന്ന് പറയുമ്പോൾ അവിടെ റിജക്ട് ചെയ്യുകയാണ്. ആ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ ഇതൊരു റിജക്ടർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പൊ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ഈ ഒരു സർക്യൂട്ട് ഒരു റിജക്ടർ സർക്യൂട്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? അറ്റ് F0 ഇമ്പിഡൻസ് മാക്സിമം ആണ്. ബിലോ F0 എന്ന് പറയുമ്പോൾ എന്താ? ഫ്രീക്വൻസി കുറഞ്ഞു വരികയാണ് അല്ലെ. ഫ്രീക്വൻസി കുറഞ്ഞു വരുമ്പോൾ
എന്ത് സംഭവിക്കണം? സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആണ് അല്ലെ? ഇമ്പിഡൻസ് കുറഞ്ഞു വരണം എന്നാ. അപ്പൊ ഇമ്പിഡൻസ് കുറഞ്ഞു വരുമ്പോൾ അത് ഇൻഡക്റ്റീവ് ആണ്. ദെൻ എബവ് F0 എന്ന് പറയുമ്പോൾ സർക്യൂട്ട് അത് കപ്പാസിറ്റീവ് ആണ്. മറ്റേ സീരീസ് റെസൊണൻസിന്റെ നേരെ തിരിച്ച്, നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഇവിടെ നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്, ഇവിടെ നമ്മള് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാരലൽ റെസൊണൻസിൽ എന്താ സംഭവിക്കുന്നത്? ഇമ്പിഡൻസ് മാക്സിമവും കറണ്ട് മിനിമം ആണ് അല്ലെ? അപ്പൊ ഈ കറണ്ട് എന്ന് പറയുന്നത് V/L/CR എന്ന് വരും. അതായത് എംപിഡൻസ് എന്ന് പറയുന്നത് L/CR ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും റിയാക്റ്റീവ് പവർ കൊണ്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പൊ മാർട്ട്ലെസ് കമ്പോണന്റ് അത് 0 ആയിട്ട് തന്നെ നിൽക്കും. ദെൻ പവർ ഫാക്ടർ നമുക്ക് യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? അതായത് റെസൊണൻസിൽ ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിലോ ആണല്ലോ. അപ്പൊ നമുക്ക് സെയിം എഫക്റ്റ് തന്നെയാണ്, പക്ഷെ ഇമ്പിഡൻസിന്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നുണ്ട്. L/CR എന്നാണ് വരുന്നത്. അതേപോലെ ഇതിന്റെ ഫങ്ഷനിങ്, അതായത് ബിലോ F0 ഇത് ഇൻഡക്റ്റീവ് ആയിട്ടും എബവ് F0 ഇത് കപ്പാസിറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് 1/R√L/C ആണ്. ആൻഡ് ഇവിടെ കറണ്ട് മാഗ്നിഫിക്കേഷൻ ആണ് നടക്കുന്നത്. സീരീസ് സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നത് വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ആണ്. ഇവിടെ പാരലൽ സർക്യൂട്ടിൽ കറണ്ട് മാഗ്നിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഇതിന്റെ ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ സീരീസ് സർക്യൂട്ടും പാരലൽ സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് നോക്കുകയാണെങ്കിൽ സീരീസിൽ മിനിമം ആണ്. അപ്പൊ കറണ്ട് എന്താവും? മാക്സിമം ആവും. എഫക്റ്റീവ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് R ആണ്. പവർ ഫാക്ടർ യൂണിറ്റി ആണ്. ദെൻ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√LC. വോൾട്ടേജിനെ ഇത് മാഗ്നിഫൈ ചെയ്യും. ദെൻ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ω/L/R. ഓക്കെ, അതായത് ക്യൂ ഫാക്ടറിന്റെ വാല്യൂ. നെക്സ്റ്റ് പാരലൽ സർക്യൂട്ടിൽ വരുമ്പോൾ ഇമ്പിഡൻസ് മാക്സിമം ആണ്, കറണ്ട് മിനിമം ആണ്. ഇമ്പിഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് L/CR ആണ്. പവർ ഫാക്ടർ യൂണിറ്റി ആണ്. റെസൊണന്റ് ഫ്രീക്വൻസി 1/2π√1/LC - R²/L². ആൻഡ് ഇറ്റ് കറണ്ട് മാഗ്നിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്.